ഒരു ദിവസം രാവിലെ നിങ്ങൾ ഉറക്കം സ്കൂളിൽ പോകണം. പക്ഷേ നിങ്ങളുടെ കാലോ കൈയോ അനങ്ങുന്നില്ല. നിങ്ങൾക്ക് ഉറക്കൊന്ന് വിളിച്ച് സംസാരിക്കാൻ പറ്റുന്നില്ല. കണ്ണ് മിഴി മാത്രം അടച്ചു തുറക്കാൻ കഴിയുന്നുണ്ട്. നിങ്ങളുടെ അമ്മ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്, നീ സ്കൂളിൽ പോകാൻ എണീക്കാൻ വിളിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഒന്നും റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. എന്താണ് ഈ കണ്ടീഷൻ? ഇതാണോ കോമ സ്റ്റേറ്റ്? നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഇതേ സാമ്യമുള്ള ഒരു കണ്ടീഷനാണ് നിങ്ങളുടെ ആദ്യം ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ചന്ദ്രലേഖ എന്ന് പറയുന്ന മലയാളത്തിലെ വൺ ഓഫ് എ ഹിറ്റ് മൂവി നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് റെഫർ ചെയ്യാം. ഈ മൂവിൽ ചന്ദ്ര എന്ന് പറയുന്ന അന്ന് സുകന്യ ആക്ട് ചെയ്ത റോളിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ആള് ഒരു ആക്സിഡന്റിൽ പെടുകയും അതിനുശേഷം ഒരു പാരലൈസ്ഡ് സ്റ്റേറ്റിലേക്ക് എത്തുന്നു. കയ്യോ കാലോ സംസാരിക്കാനോ കഴിയില്ല, ഒരു മൂവ്മെന്റും പോസിബിൾ അല്ല. എന്നാൽ ആളുടെ ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും ആൾ കംപ്ലീറ്റ്ലി അവെയർ ആണ്. ആളുടെ ഹസ്ബൻഡായി അന്ന് ആക്ട് ചെയ്യാൻ വരുന്ന മോഹൻലാലിന്റെ ക്യാരക്ടർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഈ ചന്ദ്ര നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനോട് റിയാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഈ കണ്ടീഷൻ ഒരു കോമ സ്റ്റേറ്റ് ആണോ? ശരിക്കുമല്ല. കോമ എന്നാൽ ഒരാളുടെ വ്യക്തിയുടെ കംപ്ലീറ്റ് കോൺഷ്യസ്നെസ് നഷ്ടപ്പെടുന്ന സ്റ്റേറ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഈ കോമ സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഒരാൾക്ക് ആ കാലയളവിൽ സംഭവിക്കുന്ന ഒരു കാര്യങ്ങളെ കുറിച്ചും ഒരു അവയർനെസ്സും ഉണ്ടാവില്ല. അവരുടെ ചുറ്റും എന്ത് നടന്നാലും അവരത് റെസ്പോണ്ട് ചെയ്യാത്തതല്ല, അവർക്ക് ആ റെസ്പോൺസ് അവരുടെ ബ്രെയിനിൽ നിന്ന് ഉണ്ടാവുന്നില്ല. ഈ ബ്രെയിൻ ആക്ടിവിറ്റി കുറഞ്ഞ കണ്ടീഷനെയാണ് നമ്മൾ കോമ സ്റ്റേറ്റ് എന്ന് പറയുക. ഈ സ്റ്റേജിനെ കറക്റ്റായി ഡെപിക്ട് ചെയ്യുന്ന ഒരു മൂവിയാണ് തമിഴിലുള്ള കോമാളി എന്ന് പറയുന്ന മൂവി. ഇതിൽ ശരിക്കും ജയം രവി 12ാം ക്ലാസ്സിലോ 10ിലോ പഠിക്കുമ്പോൾ സ്കൂൾ സ്റ്റേജിൽ ആളൊരു ആക്സിഡന്റിൽ വരികയാണ്. ഈ ആക്സിഡന്റ് സംഭവിച്ച ശേഷം ആളൊരു 14 വർഷം കംപ്ലീറ്റ് ആയി ഉറങ്ങുന്ന ഒരു സ്റ്റേറ്റിലേക്ക്, ഒരു കോമ സ്റ്റേറ്റിലേക്ക് കടക്കും. ഈ 14 വർഷം കഴിഞ്ഞ് എണീക്കുമ്പോഴാണ് ആൾ കോമ സ്റ്റേറ്റ് ആണെന്നുള്ള കറക്റ്റ് എവിഡൻസ് നമുക്ക് ആ സിനിമയിൽ തന്നെ കിട്ടുക. കാരണം ഈ 14 വർഷം നടന്ന ഒരു കാര്യങ്ങളെ കുറിച്ചും ആൾക്ക് ഒരു അവയർനെസ്സും ഇല്ല. ആളുടെ സിസ്റ്ററിന്റെ കല്യാണം കഴിഞ്ഞു, ആളുടെ ഫ്രണ്ട് തന്നെയാണ് സിസ്റ്ററിനെ കല്യാണം കഴിച്ചത്. ഈ കാലയളവിൽ ഈ ലോകത്ത് സംഭവിച്ച ഒരു മാറ്റങ്ങളും ഈവൻ ടെലിഫോണിനെ കുറിച്ചും ആൾക്ക് ഒരു അവയർനെസ്സും ഇല്ല. ഇതാണ് റിയൽ കോമ സ്റ്റേറ്റ്. കോമ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ആളുടെ വെജിറ്റേറ്റീവ് സ്റ്റേറ്റ് എന്നാണ് നമ്മൾ വിളിക്കുക. അപ്പോൾ വാട്ട് ഈസ് ലിവിങ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ കൺഫ്യൂസ് ചെയ്യുന്ന ഒരു പാരഗ്രാഫ് ഉണ്ട് അല്ലേ? അവിടെ നമ്മളോട് പറയുന്നുണ്ട് കോൺഷ്യസ്നെസ് ഈസ് എ ഡിഫൈനിങ് ഫീച്ചർ ഓഫ് ലിവിങ് എന്ന് പറഞ്ഞാൽ ജീവനുള്ള ഏതൊരു വസ്തുവിനും റെസ്പോൺസ് ടു എക്സ്റ്റേണൽ സ്റ്റിമുലി അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് ഉണ്ടാവും. എന്നാൽ ഹ്യൂമൻസ് കോമ സ്റ്റേറ്റിൽ എത്തുമ്പോൾ അവർക്ക് എന്തില്ല? കോൺഷ്യസ്നെസ് ഇല്ല. എന്നാൽ അവർ കറക്റ്റ് ലീവിങ് ആണോ ആ കണ്ടീഷനിൽ? നമുക്കതിനെ ഡിഫൈൻ ചെയ്യാൻ കഴിയില്ല. കാരണം പലപ്പോഴും ഈ സ്റ്റേറ്റിനെ, കോമ സ്റ്റേറ്റിൽ കിടക്കുമ്പോൾ അവരെ നമ്മൾ വെജിറ്റേറ്റീവ് സ്റ്റേറ്റ് എന്നാണ് വിളിക്കുക. ഇതിനെ പക്കായിട്ട് നമുക്ക് ലീവിങ് ആണെന്ന് പറയാൻ പറ്റില്ല, എന്നാൽ നോൺ ലിവിങ് എന്നും പറയാൻ പറ്റില്ല. കാരണം ഏതൊരു സാഹചര്യത്തിലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലിവിങ് സ്റ്റേറ്റിലേക്ക് തിരിച്ചെത്താൻ പറ്റും. അപ്പൊ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് എന്താ സംഭവിച്ചത്? നിങ്ങൾ കംപ്ലീറ്റ്ലി കോൺഷ്യസ് ആണ്, എന്നാൽ നിങ്ങളുടെ ഐലിഡ്സ് മാത്രമേ ബ്ലിങ്ക് ചെയ്യുന്നുള്ളൂ അല്ലേ? ഈ കണ്ടീഷൻ ഏതാണ്? നമ്മുടെ ചന്ദ്രലേഖ മൂവിയിൽ ചന്ദ്രയ്ക്ക് ശരിക്കും എന്താ പറ്റിയത്? ഈ കണ്ടീഷനെ നമ്മൾ വിളിക്കുന്നത് കോമ സ്റ്റേറ്റ് എന്നല്ല, പകരം ലോക്ക്ഡ് ഇൻ സിൻഡ്രോം എന്നാണ്. ഇവിടെ ഒരാൾ കംപ്ലീറ്റ്ലി കോൺഷ്യസ് ആയിരിക്കും അദ്ദേഹത്തിന്റെ സറൗണ്ടിങ്ങിനെ കുറിച്ച്, എന്നാൽ ഒരു മൂവ്മെന്റും എക്സിബിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് റിയൽ ലൈഫ് ആണോ? ആണ്. ഇത് മനസ്സിലാക്കാൻ നമുക്കൊരു കഥ കേൾക്കാം. ഇതൊരു കഥയല്ല, ഒരു റിയൽ ലൈഫ് സ്റ്റോറിയാണ്. ജീൻ ഡൊമിനിക് ബോബി എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് എഡിറ്റർ അദ്ദേഹത്തിന്റെ 43ാമത്തെ വയസ്സിൽ ഒരു മാസീവ് ബ്രെയിൻ സ്ട്രോക്കിലൂടെ ഈ ഒരു പാരാലിസിസ് സ്റ്റേജിലേക്ക് കടന്നിട്ടുണ്ട്. പാരാലിസിസ് സംഭവിക്കുമ്പോൾ ഇവിടെ സാധാരണയായി സംഭവിക്കുന്നത് പോലെ കൈക്കും കാലിനും പാരാലിസിസ് നടക്കുന്നതിന് പകരം ഹോൾ ബോഡി പാരാലിസിസ് ആണ് സംഭവിക്കുക. സോ യു കനോട്ട് സ്പീക്ക് ടു എ പേഴ്സൺ, യു കനോട്ട് ആക്ച്വലി മൂവ് യുവർ ഫിംഗേഴ്സ് ഓർ യുവർ ഹാൻഡ്സ് ഓർ എനി പാർട്ട് ഓഫ് യുവർ ബോഡി. ഒരു വോളണ്ടറി മൂവ്മെന്റും പോസിബിൾ അല്ല. എന്നാൽ ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കംപ്ലീറ്റ്ലി അവെയർ ആയിരിക്കും. അവർക്ക് ആകെ മൂവ് ചെയ്യാൻ കഴിയുക അവരുടെ ഐലിഡ് മാത്രമാണ്. അദ്ദേഹത്തിന്റെ കണ്ടീഷനിൽ അദ്ദേഹത്തിന്റെ ലെഫ്റ്റ് ഐലിഡ് മാത്രമാണ് അദ്ദേഹത്തിന് മൂവ് ചെയ്യാൻ കഴിഞ്ഞിരുന്നത്. എന്നാൽ ഈ ഒരു ലെഫ്റ്റ് ഐലിഡ് മാത്രം മൂവ് ചെയ്തുകൊണ്ട് 2000 ബ്ലിങ്കിങ് വഴി അദ്ദേഹത്തിന്റെ ഈ ഒരു സ്റ്റേറ്റിൽ വെച്ച് ഒരു ബുക്ക് രചിച്ചിട്ടുണ്ട്.
അങ്ങനെ അദ്ദേഹത്തിന്റെ കണ്ണിന്റെ ലെഫ്റ്റ് ഐ ബ്ലിങ്ക് ചെയ്തുകൊണ്ട് മാത്രം അദ്ദേഹത്തിന് ഒരു ബുക്ക് കംപ്ലീറ്റ് ആയി എഴുതി തീർക്കാൻ കഴിഞ്ഞു. അതിനുവേണ്ടി 2 lakh ബ്ലിങ്കിങ്സ് ആണ് അദ്ദേഹത്തിന്റെ ലെഫ്റ്റ് ഐയുടെ ഐലിഡ് വഴി അദ്ദേഹം ചെയ്തത്. പക്ഷെ നമുക്ക് പറയാം ശരിക്കും സോൾ ഇസ് ലോക്ക്ഡ് ഇൻസൈഡ് ബോഡി എന്ന് നമുക്ക് പറയാം. അതുകൊണ്ടാണ് ഈ സിറ്റുവേഷന് നമ്മൾ ലോക്ക്ഡ് ഇൻ സിൻഡ്രോം എന്ന് പറയും. അപ്പോൾ ഇപ്പോഴേക്കും നമ്മുടെ നീറ്റ് ആസ്പിറൻസ് ആയ എല്ലാ മക്കൾക്കും മനസ്സിലായി കാണും എന്താണ് എക്സാക്ട്ലി ഒരു കോമ സ്റ്റേറ്റ് എന്ന്. അപ്പോൾ ഒരു കോമ സ്റ്റേറ്റിനെ നമുക്ക് ലീവിംഗ് ആയിട്ട് പറയാൻ പറ്റുമോ? ഇല്ല, അതിനെ ഒരു വെജിറ്റേറ്റീവ് സ്റ്റേറ്റ് ആണെന്നാണ് നമുക്ക് പറയാൻ കഴിയുക. കാരണം കോമ സ്റ്റേറ്റിൽ ഒരാൾ കോൺഷ്യസ് അല്ല. ഈ ഒരു കൺസെപ്റ്റിൽ നിന്ന് നമുക്കൊരു അടിപൊളി നീറ്റ് ക്വസ്റ്റ്യൻ ചെയ്താലോ? സോ ട്രൈ ദിസ് ക്വസ്റ്റ്യൻ ആൻഡ് ഗിവ് യുവർ ആൻസേഴ്സ് ഇൻ യുവർ കമന്റ്.